ഞാനാ പറയണം. പോടി ഇറങ്ങി പോട്ടടാ. ഈ എവിടത്തോളം പോകുന്ന എനിക്കറിയണമല്ലോ. അതെ, നമ്മളൊരു ഡിവോഴ്സ് പെറ്റീഷൻ അങ്ങനെ കൊടുത്തിട്ടാലോ? അപ്പൊ അത് നമുക്കൊന്ന് ആലോചിച്ചാലോ? പ്യാരിജാതം എന്താ രാഘവ ഈ പറയണത്? അതിന് അവര് തമ്മിൽ ബന്ധം വേറെടുത്തിട്ടൊന്നുമില്ലോ. പ്യാരിയേട്ടന് അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാ പോരെ? ഒരു വയസ്സായ കാലത്ത് ഇനിയിപ്പോ കല്യാണം ഒന്നും കഴിക്കാണ്ട് വയസ്സായ എവിടെയും കിടന്നുപോയി, ഇതാരാ നോക്കുക? അപ്പൊ ആ പെണ്ണ് കിടന്നായാലോ? ആ കൊണ്ടുവന്ന പെണ്ണ് കിടന്നായാലും ആരോ നോക്കുക? അങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഇനി അമ്മ ഒന്ന് വിളിച്ചാൽ ഇവിടെ പോരുതിട്ടാ. അതെന്താ? അതെന്താനാ ഇത്രയൊക്കെ ദേഹോപദ്രവം ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോവാ? ആ മന്മേട്ടാ, വാ കേറ്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ വാർഡിലെ ഒരു അംഗത്തിന് ഇങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. പിന്നെ അറിയാത ഈ കുടുംബജീവിതം ശോഭനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ കുറച്ച് അഭിനയമൊക്കെ നടത്തേണ്ടി വരും. അത് നിനക്കറിയില്ല, നീ അത് പറഞ്ഞിട്ട് കാര്യമല്ല. അവൾ വഴിക്ക് പോയല്ലോ. ഇനിയിപ്പോ എന്താ തീരുമാനം? അല്ല, ഞാൻ പോയിട്ട് അവളെ വിളിച്ചോട്ട്. പരിപാടിയൊന്നും വേണ്ട. പുരുഷന്മാരെ വില കളയല്ലേ. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് നമ്മുടെ നാട്ടിലൊരു വിലയും നിലയുണ്ട്. അതനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്തവരടുത്ത് പോയി നമ്മൾ കാല് വീണ് അപേക്ഷിക്കാനൊന്നും പോകണ്ട. അങ്ങനെയാണോ നമ്മളൊക്കെ വളർന്നത്? നമ്മുടെ അമ്മമാരൊക്കെ അച്ഛന്മാരെ അനുസരിച്ച് നിൽക്കുമായിരുന്നു, ഒരക്ഷരം മിണ്ടില്ലായിരുന്നു. അത് കണ്ടു വളർന്നവരാണ് നമ്മൾ. അതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ട് കുറെ ഒരു പുതിയ തലമുറ ഇങ്ങനെ സ്ത്രീ സമത്വം അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കരുത്. അതല്ല മന്മതേട്ടാ, അവള് ഇറങ്ങി പോയ പിന്നെ എനിക്ക് ഇവിടെ എല്ലാം കൂടി ഒറ്റക്ക് പറ്റണില്ല. ഒറ്റയ്ക്ക് പറ്റാ അച്ഛനില്ലേ? അച്ഛനെവിടെ? അച്ഛനോട് ഉണ്ടായി ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാണ് എന്തോരം ആവശ്യത്തിയല്ലോ. നമുക്ക് ഒന്നിനൊരാൾ മതി. ഇവര് തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇങ്ങനെ അനുസരണ ഇല്ലാത്തവരെ കൂടെ നിർത്തിയിട്ട് എന്താ കാര്യം? ഒന്ന് പറയുമ്പോൾ രണ്ടിന് പിണങ്ങി ഇറങ്ങി പോകുന്നവർ, മൂക്കത്ത് തുമ്പത് അത്രയും ദേഷ്യമുള്ളവർ, അങ്ങനെ വേണ്ട പേര് അങ്ങനെ തുമ്മിയാ തീർക്കണം. മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കണേ, അതാ ചെയ്യേണ്ടത്. ഒരു നിമിഷം. ആ ജലജേ, ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. എന്തടി? ഞാനേ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഒരു ചെറിയ മീറ്റിങ്ങിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ശരി ശരി. ഇതൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകാനുള്ള പരിപാടികൾ. ഇതിപ്പോൾ എൻ്റെ ഭാര്യ എടുത്ത് ഞാൻ പ്യാരിജാതനുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് അവൾ ഉടനെ ഫോൺ വെക്കൂല, കൊണാന്ന് അലച്ചോണ്ടിരിക്കും. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് മനസ്സിലായി. അവൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടി, നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തു, നമ്മൾ അനുസരിച്ചുമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു താളമാണ്. അല്ല, ഞാൻ എന്ത് വേണമെന്നാ മന്മഥൻ ഇപ്പൊ പറയണത്? അതായത് ഈ പോയ എവളുണ്ടല്ലോ നിന്റെ ഭാര്യ, ആ പെൺകുട്ടി നിനക്കെതിരെ ഒരു കേസ് കൊടുത്താൽ നീ എന്ത് ചെയ്യും? അവൾ അങ്ങനെയൊന്നും ചെയ്യൂല. അതിനുള്ള കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരിക്കരുതേ. നിസ്സാരം എന്തോ പ്രശ്നത്തിന്റെ ഒന്നും രണ്ടും പറഞ്ഞതിന്റെ പേരിൽ നിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ അവള്? പോയില്ലേ? അങ്ങനെ പോയവള് ഉറപ്പായിട്ടും നിനക്കെതിരെ കേസ് കൊടുക്കും, നിന്നെ ജയിലിൽ കയറ്റും, നിന്നെ കൊണ്ട് ഗോതമ്പുണ്ട തീറ്റിക്കും. ഞാനാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. അല്ല, ഞാൻ എന്ത് വേണമെന്നാ മന്മേട്ടൻ പറയണം? പ്യാരിജാത, അവൾക്കെതിരെ നമ്മളൊരു കേസ് ആദ്യം അങ്ങോട്ട് കൊടുക്കണം, അവൾ കേസ് കൊടുക്കുന്നതിന് മുമ്പേ. ഇപ്പൊ അവൾക്കെതിരെ എന്തും പറഞ്ഞ് കേസ് കൊടുക്കുക. അതുപോലെ കേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ദേഷ്യം കയറിയപ്പോ എന്തോ പറഞ്ഞ് അത് കേട്ട് അവൾ അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്ത. അതെ, അത് ഈ വളർത്തുദോഷമുണ്ട്. ആ പെങ്കൊച്ചിന്റെ തന്തയുണ്ടല്ലോ, അയാൾ മറ്റേ പാർട്ടിക്കാരനാണ്. അതിന് ആ രീതിയിലുള്ള പാർട്ടിയുടെ പല ഇതും പറഞ്ഞു കൊടുത്ത് വളർത്തിയോണ്ടാണ് ഇത്രയും ധാഷ്ട്യം. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കേസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്യാരിജാതൻ ശരീരത്തിൽ എവിടെയെങ്കിലും നല്ലൊരു മുറിവ് അങ്ങോട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. എന്താ മെമ്പർ ഈ പറയണ? ഞാൻ എൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. കേസ് ജയിക്കണ്ടേ? അകത്ത് കിടന്ന് ഗോതമ്പുണ്ടോ തിന്നണമെന്നാണ്. ഇത് ദേഹത്തൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിലക്കും. ഇവള് മർദ്ദിച്ചതാണ്, ഭർത്തൃപീഡനം, ആ രീതിയിൽ കേസ് ബലപ്പിക്കും. അതിനുള്ള വക്കീൽ എൻ്റെ കയ്യിലുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ. ഒരു നിമിഷം. ഹലോ, അതെ, മെമ്പർ മന്മഥനാണ്. ഞാൻ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ഒരു ചെറിയ മീറ്റിങ്ങിലാണ്. നിങ്ങളെ കാര്യം മറന്നിട്ടില്ല, ഞാനത് ശരിയാക്കി തരാം.
ഒരു കുടുംബ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുക. നാളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് തരാം കേട്ടോ. ശരി ശരി, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ പ്യാരിയാതനും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുക. കേസ് ജയിപ്പിക്കണമെങ്കിൽ ഞാൻ കൂടെ നിൽക്കും, ഞാൻ ജയിപ്പിക്കും. അതല്ല ഇനി ഗോതമ്പുണ്ട തിന്നേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയാണെങ്കിൽ അങ്ങനെ പോട്ടെ. ഇല്ല, എന്തെങ്കിലും ആലോചിക്കണം. ഇങ്ങനെ തോറ്റു കൊടുത്തിട്ടും കാര്യമില്ലല്ലോ നമ്മള്. അങ്ങനെ വാ. അച്ഛനെ കണ്ട് ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. സുധേട്ടനോട് ഞാൻ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാവും. വിഷമിക്കല്ലേ. പിന്നെ ഇങ്ങനെ വീട്ടിൽ കയറി ഇങ്ങനെ ചടഞ്ഞുകൊടിഞ്ഞിരിക്കില്ല. അവള് പോയെങ്കിൽ പോട്ട്. നാളെ നമ്മളൊരു ജാഥയുണ്ട്. നമ്മുടെ തെക്കേ തെരുവിൽ നിന്ന് കിഴക്കൻ ഭാഗം വരെയായിട്ട് നമ്മളൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ വിഷയം? വിഷയം നമ്മുടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും അപ്പോൾ നമുക്ക് ഒന്ന് ശക്തമാക്കാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് മനസ്സിൽ പലതും ചിന്തകൾ വരും. ഞാൻ പറയാം, നാളെ ഇറങ്ങ ജാഥ നമുക്ക് പൊളിക്കാം. അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ നല്ല ഒരെണ്ണത്തിന് ആലോചിക്കാം. ആലോചിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു ക്ലാസ് തരണുണ്ട്, കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ ഉള്ളത് കേട്ടോ. കൈ കൊടു, ഒന്ന് ചിരിക്ക്. അയ്യേ, ഞാൻ പറയാം, കേട്ടാ. ജാഥ നമുക്ക് നാളെ ഒന്ന് കൊഴിപ്പിക്കണം. രണ്ടു മുദ്രാവാക്യമൊക്കെ തയ്യാറാക്കി വെച്ചോ. ആ സുഖല്ലേ? ശരി. ഓ ഓ ഓ ആണോ? മോളെ, മോളെ, ദാ വരുന്നച്ചാ. അച്ഛൻ എങ്ങോട്ടാ? ആ അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടാ. എന്താ ഇപ്പോ? ഒന്നുമില്ല, ആ സുഗതൻ ജോലിസിലൊന്ന് കാണണം. എന്തിന്? എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കോ ഒരു തീരുമാനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇതല്ലേ ഒരു മാർഗം, ഇങ്ങനെ നോക്കാം. കല്യാണ സമയത്ത് ഒരു പുള്ളിയെ കണ്ടു ജാതകം നോക്കിച്ചാണല്ലോ, എന്നിട്ട് എന്തായി? അതിനിപ്പോ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവന്റെ കയ്യിലിരിപ്പും കൂടി നന്നാവണം. അല്ലാതെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ജോലിസിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെങ്ങാനും വിളിച്ചിരുന്നാ? ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചാ? ഞാൻ എന്തിനാ വിളിക്കണേ? എന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ. ആ അതാണ്, ആരും കുറഞ്ഞു കൊടുക്കരുത്. ഇനി ഞാനെങ്ങാനും വിളിച്ചു നോക്കണോ? അച്ഛനെങ്ങും വിളിക്കണ്ട. നീ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത് വിഷമാവും. ആ അപ്പൊ പിന്നെ ഇതന്നെയല്ലേ വഴി. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ആളുകളുടെ ചോദ്യങ്ങളാണ്. ഇപ്പൊ ആ ശീതളം വന്നു. ശീതളിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇനി ആരും അറിയാൻ ബാക്കി ഉണ്ടാവില്ലല്ലോ. പിന്നെ ആ മെമ്പർ ഐപ്പ്. പിന്നെ എന്തിനിപ്പോ അവരൊക്കെ പറയണം? പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ പ്രശ്നം, എന്താ മോൾക്ക് പറ്റി, എന്താ മോൾക്ക് പറ്റിയെന്ന്. സമാധാനം പറഞ്ഞു മടുത്തു. ആൾക്കാരിപ്പോ അങ്ങനെയല്ല, ആൾക്കാരിപ്പോ ഇത് വിഷമമുണ്ടായിട്ടൊന്നുമല്ലേ. ഒരു കൂട്ടരുടെ തകർച്ച മറ്റൊരു കൂട്ടർക്ക് സന്തോഷാ. അതാ ഇപ്പൊ ഇത് സംഭവം. അങ്ങനെ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമോ അച്ഛാ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ആ പറഞ്ഞോ ഉണ്ണി. ആ ആര് പറഞ്ഞു? ശരി. ആരാ വിളിച്ചത്? അവനാ? ഉണ്ണിയാ. ഏ പ്യാരിയേട്ടൻ കേസ് കൊടുക്കാൻ പോവാ ഡിവോഴ്സിന്. മന്മഥൻ പറഞ്ഞത്ര. ഹരിശ്രീ ഗണപതേ നമ. നമസ്തു. കിഴക്കേതിൽ സുഗതൻ മകൾ സുമിത്രാരീരം നക്ഷത്രം. കല്ലും മൂട് സുഗതൻ മകൻ പ്യാരിജാതൻ പൂരം നക്ഷത്രം. ചിന്തിച്ച് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ആ അതല്ലേ ഇപ്പൊ ഞാൻ വന്നപ്പോ ഒന്ന് സൂചിപ്പിച്ചത്.
ദാമ്പത്യ ജീവിതം അത്ര അങ്ങോട്ട് സുഖകരല്ല. കുംഭം രാശിയാണ് കിട്ടിയിരിക്കണതേ. ദൈവാനുഗ്രഹം വളരെ കുറവാ. കുട്ടികൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ അമ്പലങ്ങളിലൊന്നും പോകാറില്ലേ? അമ്പലത്തിൽ പോകാറുണ്ടോ? അതൊന്നും ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. ഈ കല്യാണം കഴിച്ചു കൊടുത്താൽ കുട്ടികളെ കട പോണ വരുന്നതൊക്കെ ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാം. അവർക്കൊക്കെ നമ്മൾ പ്രായമായവരും ഇവിടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ. കുംഭം രാശിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കുറവാണ്. വ്യാഴം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ലേ? നമ്മളിപ്പോ കല്യാണ സമയത്ത് ഇപ്പൊ നോക്കിയപ്പോ അതൊക്കെ കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എന്താ ഇപ്പൊ അതങ്ങനെ വരാൻ? എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ നമ്മളിപ്പോ കുട്ടിയുടെ ജാതകമാണല്ലോ നോക്കിയത്. അതെ, ഈ പ്യാരിജാതൻ എന്ന് പറയുന്ന ആളുടെ നാളെ അവര് തന്നതല്ലേ ഉള്ളൂ. ഞാൻ ജാതകം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നാളെ ഉള്ളൂ കുറച്ച് തലക്കുറി എഴുതി തരാ ചെയ്തത്. അതെ അതെ, അല്ല, അതിൽ വല്ല തടസ്സങ്ങൾ സംഭവിച്ചാലും സംഭവിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ വരാൻ വഴിയില്ല. അത് അത്ര വലിയ പ്രശ്നമൊന്നും കാണാനില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കുറവ് എന്ന് പറയുമ്പോ നമുക്ക് അതിനൊരു പ്രതിവിധി ചെയ്തു നോക്കാന്നേ ഉള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? ഒന്നുകൂടി നോക്കാം. പ്രതിവിധി ആയിട്ട് മനസ്സിൽ ഞാൻ ചിലത് കണ്ടിട്ട് അങ്ങോട്ട് തീരുമാനിക്കാം. ഫലം ഇതിനിപ്പോ നമ്മൾ മനസ്സിൽ ചിലത് ഇങ്ങനെ കണ്ടിട്ടാണ് പറഞ്ഞപ്പോ അത് ചെയ്താൽ ഈ ദൈവാനുഗ്രഹം ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ വ്യാഴം തെളിഞ്ഞു വരും. അപ്പോ പ്രതിവിധിയായി എന്നാണ് നമ്മൾ ജ്യോതിഷവിധി പ്രകാരം പറയണതേ. വ്യാഴം തെളിയണം. വ്യാഴം തെളിയണം. അപ്പൊ അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തി ക്ഷേത്രത്തിലേക്ക് ഒരു കോഴീനെ കൊടുക്കാന്ന് അങ്ങോട്ട് നെയ്യും. മൂർത്തി ക്ഷേത്രത്തിൽ കോഴീനെ നെയ്യാം. പിന്നെ ഗ്രാമക്ഷേത്രത്തിലെ ഒരു ഭഗവതി പൂജ, തട്ടകത്ത് ഒരു ദേവീ പൂജ നടത്തുക, ഒരു ഗണപതി ഹോമം ചെയ്യാം. പിന്നെ ശിവക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസം ഒരു കൂവളമാല ചേർത്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ പറ്റുമെങ്കിൽ ഗുരുവായൂര് ഒന്ന് പോയി കുളിച്ചു തൊഴുതിട്ട് ഒരു പാൽപ്പായസവും നേർന്നോളൂ. ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു പാൽപ്പായസവും നേർന്നു കഴിഞ്ഞാൽ പ്രതിവിധി. അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം കാണുന്നതാണ് പറയണത്. അല്ലാതെപ്പോ നമ്മൾ പിന്നെ കുറച്ചൊക്കെ ക്ഷമിക്കുക, ഈ വഴിപാടൊക്കെ ചെയ്തിട്ട് ക്ഷമിക്കുക. പലരും പലതും പറയും, എടുത്ത് ചാടാനൊന്നും നിൽക്കണ്ട. ഒക്കെ നമുക്ക് ദൈവം ഇച്ഛിച്ചിട്ടുണ്ട് ഓരോന്നേ, അത് അതുപോലെ വരുള്ളൂ. അപ്പൊ അങ്ങനെ വിട്ടു നിൽക്കണം എന്നൊരു യോഗം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം വിട്ടു നിന്നേ പറ്റൂ. ചേരാനൊരു യോഗം ഉണ്ടെങ്കിൽ ചേരും. അപ്പൊ അങ്ങനെയാണ്. ഇതൊക്കെ അങ്ങോട്ട് ചെയ്തു നോക്കുക, എന്നിട്ട് ചേരാ യോഗം അങ്ങോട്ട് ചേരും. പൊതുവെ എനിക്കങ്ങനെ ഗുരുനാഥന്റെ ഗുരുത്തം കൊണ്ട് പറഞ്ഞൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നും പറ്റില്ല എന്ന് കരുതാ. അപ്പൊ എല്ലാം നന്നായി വരും. ഇത് അല്ല നന്നായി വരും. ഇറങ്ങട്ടെ. സത്യശീല എവിടെ കൊറേ ആയാലും കണ്ടിട്ട്? ഒരുപാടായി കണ്ടില്ല. എങ്ങനെ പോണു പെൻഷൻ കാലൊക്കെ? പെൻഷൻകാലൊക്കെ സുഖാ. മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കണം. നേരം പോക്കിന് ഒരു പ്രശ്നമില്ല. ശരി. പിന്നെ ഞാനൊരു വിവരം അറിഞ്ഞു. സത്യമാണോന്ന് എനിക്കറിയില്ല. കേട്ട വിവരങ്ങളൊക്കെ സത്യം തന്നെ. ആണോ? എന്നിട്ടിപ്പോ എന്താ കാട്ടണേ? എന്താ കാണിക്കണ്? ഓരോരോ സമയത്ത് വരുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ഇപ്പൊ ആ ജോത്സ്യന്റെ അടുത്തൊന്ന് പോയിട്ട് വരിക. ജോത്സ്യൻ എന്താ പറയണേ? ജോത്സ്യൻ എന്താ പറയണേ, അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് കുറെ വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞു. കയ്യിൽ പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട്. അല്ല, വഴിപാടൊക്കെ എന്റെ പുറകിൽ നടക്കട്ടെ. ഇതിപ്പോ കേസ് വല്ലതും കൊടുത്തോ? കേസൊന്നും കൊടുത്തിട്ടില്ല. പഞ്ചായത്തിന് ആരെങ്കിലും വന്നോ? ആര് വരും? ചെക്കന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ല? ആരും വന്നിട്ടില്ല. എന്നാലേ മോളുടെ അടുത്തൊരു പരാതി എഴുതിയിട്ടേ നിന്റെ ഓഫീസിൽ നിന്നുകൊണ്ട് കൊടുക്കുക. എവിടെ? പഞ്ചായത്ത് ഓഫീസിലോ? എന്നിട്ട് പഞ്ചായത്തിൽ കൊടുക്കുക. പഞ്ചായത്ത് സെക്രട്ടറിനെ കണ്ടു കേൾപ്പിക്കുക. എന്നിട്ട്
സത്യശീലൻ കെൽസാന്ന് കേട്ടിട്ടുണ്ടോ? കെൽസാന്ന് കേട്ടിട്ടില്ല. ആ എന്നാ കേൾക്കണം. കെൽസ എന്ന് പറഞ്ഞാൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റി. 1987 പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് അത്. അത് ശരി. ആ ഈ ആക്ട് പ്രകാരം ദുർബല വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകള്, കുട്ടികള്, പിന്നെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ നിയമസാധുതയുണ്ട്. അപ്പൊ മോളോട് എത്രയും പെട്ടെന്ന് ഒരു പരാതി എഴുതിയിട്ടേ പഞ്ചായത്തിൽ കൊടുക്കാൻ പറ്റും. ഈ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോ ഇവര് കേൾക്കുവോ? അതിന് പഞ്ചായത്തിലുള്ളവരല്ല കുട്ടികളോട് സംസാരിക്കുന്നത്. അത് ശരി. സംസാരിക്കുന്നത് ജില്ലാ ജഡ്ജും പിന്നെ അവിടെ കുറെ നിയമ ഉപദേഷ്ടാക്കളൊക്കെ ഉണ്ടാവും. അവരാ സംസാരിക്കുന്നത്. ഓ അത് ശരി, അത് ശരി. എന്നാലും മൊയ്തോ അതിനൊക്കെ ഇപ്പൊ ഈ വക്കീലന്മാർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരില്ലേ? അവർക്ക് കൊടുക്കാൻ മാത്രമുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. അതിന് സത്യശീല ഇത് തികച്ചും സൗജന്യാണ്. ആണോ? വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കവിയാതിരുന്നാ മതി. കവിയോ? ഏയ് എവിടെ? എന്നാ പിന്നെ ആ വാർഷിക വരുമാനത്തിന്റെ ഒരു കോപ്പി എടുത്തിട്ടേ സെക്രട്ടറിക്ക് ഏൽപ്പിക്കാം. പഞ്ചായത്ത് സെക്രട്ടറി. അപ്പൊ അവര് ഈ പരാതി താലൂക്കിലേക്ക് അയക്കും. താലൂക്കിന് നമ്പറൊക്കെ ഇട്ടിട്ട് അത് തിരിച്ച് വീണ്ടും പഞ്ചായത്തിലേക്ക് അയക്കും. വേറെ എന്തെങ്കിലും വേണം അതിന്റെ കൂടെ? ഇത് എന്താ? അല്ല എന്തെങ്കിലും വേറെ തെളിവുകളോ? വേറൊന്നും വേണ്ട. ഇത് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവര് കെൽസക്ക് അയച്ചു കഴിഞ്ഞാൽ കെൽസക്കാർ മക്കളെ വിളിക്കും, മരുമോനെയും വിളിക്കും, മോളെയും വിളിക്കും. വിളിച്ചിട്ട് അവര് സംസാരിക്കും. സംസാരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാ ജഡ്ജും ബാക്കിയുള്ള നിയമോപദേഷ്ടാക്കളൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സംസാരത്തിന്റെ ഒടുവിൽ അവരുടെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് കിട്ടുക. അത്രേ ഉള്ളൂ. ഇതിപ്പോ കണ്ടപ്പോ കാര്യങ്ങളൊന്ന് പറഞ്ഞു മാത്രം. എന്തായാലും കണ്ടത് ഭാഗ്യായി. അപ്പൊ അതുപോലെ കണ്ട് ചെയ്യാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ കൂടെ കയറണോ? ഇല്ല, ഞാൻ നടക്കാം. എന്നാ പിന്നെ ഞാൻ ചെല്ലാം. ആയിക്കോട്ടെ.